ബഹുമാനായ കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, ബഹുമാനായ നമ്മുടെ അധ്യക്ഷൻ വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ശ്രീ സി രവീന്ദ്രനാഥ്, നമ്മുടെ ഈ നിയോജകമണ്ഡലത്തിൻ്റെ MLA ശ്രീ അബ്ദുൽ ഖാദർ കെ മുഹമ്മദ് ബഷീർ, വേദിയിൽ ഉള്ള സിൻഡിക്കേറ്റ് അംഗങ്ങൾ, അതുപോലെ തന്നെ മറ്റു ജനപ്രതിനിധികൾ, സദസ്സിലുള്ള ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട വിശിഷ്ട വിവിധ അധ്യാപക വിദ്യാർത്ഥി പ്രതിനിധികൾ, സഹോദരി സഹോദരന്മാരെ, നാട്ടുകാർ, ഏവർക്കും വളരെ സന്തോഷം ഉണ്ടാക്കുന്ന ഒരു മുഹൂർത്തം. 50 വർഷം പിന്നിടുമ്പോൾ കാലിക്കറ്റ് സർവകലാശാല നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ചരിത്രത്തിൽ കൈവരിച്ചിട്ടുള്ള, നാട് കൈവരിച്ചിട്ടുള്ള വമ്പിച്ച നേട്ടങ്ങളെ തിരിഞ്ഞു നോക്കാനുള്ള സന്ദർഭം. 68 കാലത്ത് അന്ന് അധികാരത്തിലുണ്ടായിരുന്ന മന്ത്രിസഭ, EMSന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ, അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് കോയൊക്കെ ഉൾപ്പെടുന്ന അന്നത്തെ ഗവൺമെന്റ് കേരളത്തിന്റെ മലബാർ ഭാഗത്തെ സർവതോന്മുഖമായ വിദ്യാഭ്യാസ പുരോഗതിക്കും മറ്റു ഡെവലപ്മെന്റിനും ഒക്കെയായി ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള ചില നടപടികൾ എടുത്തു. കാസർഗോഡ് വരെ നീണ്ടുകിടക്കുന്ന അന്നത്തെ പ്രദേശങ്ങളുടെ പൊതുവായ വിദ്യാഭ്യാസ പുരോഗതിയിൽ പ്രാഥമിക രംഗത്ത് ഉണ്ടായ എടുത്തുചാട്ടത്തിന് വേണ്ടി അന്ന് അനുവദിച്ച പ്രാഥമിക വിദ്യാലയങ്ങൾ, സ്കൂളുകൾ, എയ്ഡഡ് പൊതുമേഖലയിൽ വന്ന സ്ഥാപനങ്ങൾ, അതുണ്ടാക്കിയ പരിവർത്തനം ഇന്ന് ചരിത്രത്തിന്റെ ഭാഗം. എല്ലാവർക്കും സാക്ഷരത, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിച്ച സംസ്ഥാനം. ബഹുമാനായ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞതുപോലെ കാലം കുറെ കടന്നുപോയപ്പോൾ ഇന്ത്യയിൽ തന്നെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന വ്യക്തിത്വമുള്ള ജനതയുള്ള സംസ്ഥാനം എന്നുള്ള പദവിയൊക്കെ നമ്മൾ അഭിമാനപൂർവ്വം ഉയർത്തിക്കാണിക്കുമ്പോൾ ഈ 50 വർഷത്തിന്റെ ഉള്ളിൽ അന്ന് ശിലയിട്ട, അടിസ്ഥാനമിട്ട ഈ ദീർഘവീക്ഷണത്തോടുകൂടിയുള്ള വിദ്യാഭ്യാസ പുരോഗതിയിലുണ്ടായ ആ തീരുമാനത്തിനുണ്ടായ നേട്ടം നമുക്ക് കാണാവുന്നതാണ്. അതുപോലെ തന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായ പരിവർത്തനം വലിയതാണ്. കേരളത്തിന്റെ ഈ ഭാഗം മലബാറിൽ റാങ്ക് ഹോൾഡേഴ്സ്, അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രാതിനിധ്യം ഒക്കെ വളരെ വളരെ കുറവായിരുന്നു, ഇല്ലായിരുന്നു. ഒരു കോളേജിലേക്ക്, ഒരു സ്കൂളിൽ നിന്ന് ഒരു കുട്ടി വിജയിച്ച് നന്നായി പോയാൽ ഉപരിപഠനാർത്ഥം ഇന്ന കോളേജിലേക്ക് എന്ന് നാട്ടിൽ പറഞ്ഞിരുന്ന കാലാണ്. അത് കഴിഞ്ഞ് ഇപ്പോ കോളേജുകൾ എത്ര, പ്രൊഫഷണൽ കോളേജുകൾ എത്ര, നമ്മുടെ കുട്ടികൾ, അതും സ്ത്രീകൾ ഉൾപ്പെടെ, നമ്മുടെ പെൺകുട്ടികൾ ഉൾപ്പെടെ എല്ലാവരെയും, കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളെയും പോലെ മലബാർ ഭാഗവും മുന്നോട്ട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടായ 50 വർഷം തിരിഞ്ഞു നോക്കുമ്പോൾ മാറി മാറി വന്ന ഗവൺമെന്റുകൾക്കും അതുമായി ബന്ധപ്പെട്ടവർക്കും മൺമറിഞ്ഞു പോയവർക്കും അവർക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു 50 വർഷമാണ് കടന്നുപോയത്. അതേ അവസരത്തിൽ നമ്മളുണ്ടാക്കിയ ഈ പരിവർത്തനം അത് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിലവാരം നിലനിർത്തുന്ന കാര്യത്തിൽ ഉണ്ടായോ എന്നുള്ളത് നമ്മൾ തിരിഞ്ഞു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. ബഹുമാനായ മുഖ്യമന്ത്രിയോട് പറഞ്ഞതുപോലെ ഇനിയും ബഹുദൂരം അവിടേക്ക് യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു. സർവകലാശാലകൾ, അതുപോലെ തന്നെ വലിയ നിലവാരമുള്ള സ്ഥാപനങ്ങൾ, അതൊക്കെ ആദ്യമുണ്ടായ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ആ ഒരു നിലയിലുള്ള ഒരു നേട്ടം കൈവരിക്കാൻ പിന്നെ നമുക്ക് കഴിഞ്ഞിട്ടില്ല. വിദ്യാഭ്യാസത്തിന്റെ വ്യാപനം, അതിന്റെ അങ്ങേയറ്റത്തെ താഴെ തട്ടുവരെ പോകുന്നതിൽ നമ്മൾ വിജയിച്ചു. പക്ഷെ നിലവാരം ഉയർത്തിപ്പിടിച്ചു. യൂണിവേഴ്സിറ്റികൾ എന്ന് പറഞ്ഞാൽ ഒരു രാജ്യമാണെങ്കിൽ, സംസ്ഥാനമാണെങ്കിൽ അതിന്റെ അവിടുത്തെ പ്രശ്നങ്ങൾ, സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച് അതിന് പരിഹാരം നിർദ്ദേശിക്കേണ്ട ബുദ്ധി കേന്ദ്രങ്ങളാണ് ക്യാമ്പസുകൾ. ലോകത്ത് മുഴുവൻ സംഭവിച്ചിട്ടുള്ളതും അതാണ്.
ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാങ്കേതിക പരിവർത്തനങ്ങൾ, ഇന്ന് മനുഷ്യ സമൂഹം യൂസ് ചെയ്യുന്ന എല്ലാ ടെക്നോളജിയും പുറത്തേക്ക് വന്നതും ക്യാമ്പസുകളിലൊക്കെയാണ്. റിസർച്ചിനും ഡെവലപ്മെന്റിനും നേതൃത്വം കൊടുത്തത് യൂണിവേഴ്സിറ്റികളാണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇപ്പോഴും ഒരു മരീചികയാണ്.